ഉപ്പയുടെ ബന്ധം. അതുകൊണ്ട് ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടിട്ട് ഉമ്മയെ തെറ്റിദ്ധരിച്ചിട്ട് ഉമ്മയോട് പ്രയാസമുണ്ടാക്കുന്ന മക്കളില്ലേ, ഉമ്മയെ വെറുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളില്ലേ, അതിന് തക്കവും തരവും നോക്കിക്കൊണ്ട് ഉമ്മയെയും മകനെയും തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം അടിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഭാര്യമാരുമില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകി. എന്ത്? ഒരു കൂട്ടം ആളുകളെ പറ്റി പറഞ്ഞപ്പോ കുറെ അവരുടെ ലക്ഷണങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞതെന്താണ്? അല്ലദീന യഖ്തഊന മാ അമറല്ലാഹു വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയുഫ്സിദൂന ഫിൽ അർദ് ഉലൈക ലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. ആയത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ വിഷയത്തിന്റെ പുറമെ മധ്യഭാഗത്ത് അല്ലാഹു പറയുകയാണ് വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല. പരസ്പരം വിളക്കി ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. അള്ളാന്റെ ശാപത്തിന് വിധേയമാകുന്ന സംഗതിയാണ് ഒന്നിച്ചു നിന്നിരുന്ന കുടുംബങ്ങളെ ഭിന്നിപ്പിക്കൽ, ഒന്നിച്ചു നിന്നിരുന്ന മക്കളെയും ഉമ്മയെയും ബാപ്പയെയും ജ്യേഷ്ഠാനുജന്മാരെയും ഒക്കെ തമ്മിലടിപ്പിച്ച് മാറ്റി നിർത്തൽ. ആ നിലക്കുള്ള പ്രയാസപ്പെടുത്തലുകൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കി തീർക്കുന്നത് അല്ലാഹുവിന്റെ ശാപകോപത്തിന് വിധേയമാകുന്ന മഹാപാതകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സ്വർഗം നേടാൻ പറ്റാവുന്നത് ഉമ്മയിലൂടെയാണ്, ഉപ്പയിലൂടെയാണ്. ഇന്ന് നിങ്ങൾക്കറിയില്ലേ, പലപ്പോഴും ഒന്ന് ഫോൺ വിളിക്കുമ്പോ ഉമ്മയുടെ വിശേഷങ്ങൾ തിരക്കാൻ എവിടെയാണ് സമയം, ഉപ്പയുടെ വിശേഷങ്ങൾ തിരക്കാൻ എവിടെയാണ് മക്കൾക്ക് സമയം? പലപ്പോഴും ഒരുപാട് ക്യൂ നിന്ന് അവസാനം അങ്ങേ തലക്കൽ ലൈനൊന്ന് കിട്ടുമ്പോ പ്രിയപ്പെട്ട ഭാര്യയുടെ ശബ്ദമാണ് പ്രതീക്ഷിച്ചത്, എടുത്തത് ഉമ്മയായി പോയതുകൊണ്ട് ഉമ്മയോട് സംസാരിക്കാതെ പിറുപിറുത്തുകൊണ്ട് റിസീവർ വെച്ചു പോകുന്ന മക്കളില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട പെണ്ണ്, ആ പെണ്ണാണ് അവിടെ എടുക്കുക, ആ അവളാണ് ഫോൺ അറ്റൻഡ് ചെയ്യുക എന്ന് വിചാരിച്ച്, ഭാര്യയാണ് സംസാരിക്കുക എന്ന് വിചാരിച്ച് ലൈന് കിട്ടിയപ്പോ എടുത്തത് തന്റെ പെറ്റ തള്ളയായി പോയപ്പോ, എന്റെ തള്ളക്കാണോ ഇപ്പൊ ഫോൺ എടുക്കാൻ കണ്ടത്, ആ കിഴവനാണോ ഇപ്പൊ ഫോൺ എടുക്കാൻ കണ്ടതെന്ന് പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പയോടൊന്ന് വിശേഷം ചോദിക്കാതെ, ഉമ്മയോടൊരു വിശേഷം ചോദിക്കാതെ, ഉദ്ദേശിച്ച ആളെ കിട്ടിയില്ലെന്ന് കണ്ടപ്പോ ഫോണ് കട്ട് ചെയ്തു പോകുന്ന മക്കളില്ലേ ഈ പ്രവാസികളുടെ കൂട്ടത്തിൽ? ഇല്ലേ? അനുഭവങ്ങളില്ലേ നമ്മുടെ മുമ്പിൽ? അത്രമാത്രം ദുഷിച്ചു പോയില്ലേ ഈ പ്രവാസ ജീവിതത്തിന്റെ ഒരുപാട് അപകടങ്ങളിൽ ഒന്ന് പ്രിയപ്പെട്ട ഉമ്മയെയും ഉപ്പയെയും പരിഗണിക്കായ്മയായി പോയില്ലേ? ഫോണിൽ അവരുമായി സംസാരമില്ലാതെയായില്ലേ? കത്തുകൾ പലപ്പോഴും നാട്ടിലുള്ള ഉപ്പക്ക് തൊഴിലെന്താണ്? മക്കളയക്കുന്ന കത്ത് യഥാസമയം ഭാര്യമാരുടെ കയ്യിലെത്തിക്കൽ. ഒരു പോസ്റ്റ്മാന്റെ പണിയിലേക്ക് അതപ്പതിച്ചില്ലേ പല വീടുകളിലെയും ഉപ്പമാര്? അവർക്കതിൽ കവിഞ്ഞൊരു പരിഗണനയുമില്ല. വീട്ടിലൊരു വേലക്കാരന്റെ പോസ്റ്റിലേക്ക് തരം താഴ്ത്തപ്പെട്ടില്ലേ പല വീടുകളിലെയും ഉപ്പമാര്? അവർ റേഷൻ കടയിലേക്ക് പോകുന്നു, മണ്ണെണ്ണ വാങ്ങിക്കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ പലചരക്ക് കടയിലേക്ക് പോകുന്നു, പഞ്ചസാരയും മരിയും കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ രാവിലെ തന്നെ തോർത്തുമുണ്ടും തോളിലിട്ടുകൊണ്ട് അവരതാ വഴിക്കവലകളിൽ പോയി പോസ്റ്റ്മാന്റെ സൈക്കിൾ വെല്ലടി കാത്തുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പോസ്റ്റ്മാനെ കണ്ടാൽ ചോദിക്കുകയാണ്, എന്റെ മകൾക്ക് കത്തുണ്ടോ? ഉണ്ടെങ്കിൽ ആ കത്ത് വാങ്ങിയിട്ട് മകളെ ഏൽപ്പിക്കുന്നു, കത്തില്ലെങ്കിൽ ഇന്ന് കത്തില്ല മോളെ എന്ന വിവരം പറയുന്ന ഇത്തരത്തിൽ ഒരു പോസ്റ്റ്മാന്റെ പണിക്ക് മാത്രം പറ്റുന്ന കോലത്തിൽ മറ്റു പരിഗണനകൾ ആ കത്തിലെന്ന് ഉപ്പയുടെ വിശേഷം ചോദിക്കാതെ, ഉപ്പയോട് സംസാരിക്കാതെ, ഉമ്മയുടെ വിശേഷം തിരക്കാതെ, ഉമ്മയോട് സംസാരിക്കാതെ, അവരെ അവഗണിച്ചും അവരെ പരിഗണിക്കാതെയും അവരെ അനാദരിച്ചുകൊണ്ട് നടക്കുന്ന ലോകം, അതിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും സുഹൃത്തുക്കളെ, ആ മനസ്സ് വേദനിക്കാൻ ഇടയുള്ളവർ അനുഭവമുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നിന്ന് നമ്മൾ കാരണമായി സന്തോഷത്തിന്റെ അശ്രുക്കളല്ലാതെ സന്താപത്തിന്റെ അശ്രുക്കൾ പൊഴിക്കേണ്ടി വന്നാൽ, അഥവാ സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ ഉമ്മയോ ഉപ്പയോ നാം കാരണമായി മനസ്സ് വേദനിച്ചുകൊണ്ടൊന്ന് കരഞ്ഞുപോയെങ്കിൽ ആ കണ്ണുനീരിലൂടെ നരകത്തിയാണ് നമുക്ക് വേണ്ടി വലിച്ചിറങ്ങുന്നതെന്ന് മനസ്സിലാക്കി വെച്ചോ. വളരെ ഗുരുതരമാണ്.
അതാണ് ഞാൻ നേരത്തെ നിങ്ങളെ സൂചിപ്പിച്ച ചരിത്രത്തിലുള്ളത്. ആബിദായ ഒരു മനുഷ്യൻ, അദ്ദേഹം നിസ്കരിക്കുന്ന മനുഷ്യനാണല്ലോ, തെമ്മാടിയല്ലല്ലോ, ഒരു ദുർവൃത്തനുമല്ലല്ലോ. ഉമ്മയുടെ വിളിക്ക് ഉത്തരം നൽകാൻ താമസിച്ചപ്പോ ഒന്നും രണ്ടും മൂന്നാമത്തെ തവണയും വിളി കിട്ടാത്ത മറുപടി കിട്ടാതെ ആയപ്പോ ആ തള്ള തെറ്റതള്ള അവിടെ നിന്നുകൊണ്ട് മനസ്സ് പൊട്ടിയൊന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തൽക്കാലത്തേക്കെങ്കിലും ഇദ്ദേഹത്തിന് ഒരു വേശ്യാവൃത്തി ആരോപിക്കപ്പെട്ടല്ലോ, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അപരാധം പ്രചരിപ്പിക്കപ്പെട്ടല്ലോ, അദ്ദേഹത്തിന്റെ നിരപരാധിത്വം പിന്നീട് അദ്ദേഹത്തിന്റെ മഹത്വത്തിലൂടെ അള്ളാഹു തെളിയിച്ചു കൊടുത്തെങ്കിലും കുറച്ചു സമയത്തേക്കൊന്ന് വിഷമിച്ചല്ലോ അദ്ദേഹം. അതാ മാതൃഹൃദയം പൊട്ടിയതിന്റെ ഫലമാണ്. നമ്മൾ സൂക്ഷിക്കണം. സാധുക്കളായ പാപികളായ നമുക്കെതിരെ എങ്ങാനും നമ്മുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ മനസ്സ് തട്ടിക്കൊണ്ടൊരു പ്രാർത്ഥന വന്നുപോയാൽ അടക്കാനാവാത്തത്ര ഏറ്റവും കടുത്ത പാതകമാണ് നമ്മൾ ചെയ്യുന്നത്. ദുനിയാവിൽ വെച്ച് അനുഭവിക്കാതെ ഖബറിലേക്ക് പോകുന്നതല്ല, ദുനിയാവിൽ അതിന് അനുഭവിക്കാതെ നമ്മൾ ഖബറിലേക്ക് പോകുന്നതല്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചുകൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ വിഷയത്തിലും നമ്മൾ അവരെ ഗൗരവത്തോടുകൂടി അനുസരിക്കേണ്ടതുണ്ട്, അവരെ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. അതേ അവസരത്തിൽ ഇതേ കാര്യം തന്നെ പറഞ്ഞ റബ്ബ് ഒരു കാര്യം കൂടി നമ്മളോട് പറയുന്നുണ്ട്. നിന്റെ മാതാപിതാക്കളോട് നീ ഛേ എന്ന വാക്ക് പോലും പറയരുത് എന്ന് പറഞ്ഞ് എല്ലാ നിലക്കും നീ അവരനുസരിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെ പറഞ്ഞ പടച്ച റബ്ബ് തന്നെ പറയുകയാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വച്ചോ, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ ഫലാ തുതിഉഹുമാ. ഓ മനുഷ്യ, നീ പഠിച്ചു വച്ചോ, നിന്റെ മാതാപിതാക്കൾ നിന്നോട് നിനക്കറിവില്ലാത്ത നിലക്ക് എന്നിൽ പങ്കു ചേർക്കാൻ വേണ്ടി നിന്നോട് പറഞ്ഞാൽ, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, ശിർക്കായ ഒരു കാര്യം, അതല്ലെങ്കിൽ ഹറാമായ ഒരു കാര്യം നിന്നോട് നിന്റെ മാതാപിതാക്കൾ ചെയ്യാൻ വേണ്ടി നിർബന്ധിച്ചാലോ, അത് പറഞ്ഞതെന്റെ ഉമ്മയല്ലേ, ഞാനെങ്ങനെ കേൾക്കാതിരിക്കും? ഉപ്പയല്ലേ പറഞ്ഞത്, അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മറുത്തൊരു വാക്കും പറയരുതെന്നല്ലേ അള്ള ഖുർആനിൽ പറഞ്ഞത്. ഛേ എന്ന വാക്ക് പോലും പറയരുതെന്ന് പറഞ്ഞ ഉമ്മയുടെ വാക്ക് എനിക്ക് തെറ്റാനാക്കുമോ, ഉപ്പയുടെ വാക്ക് തെറ്റാനാക്കുമോ എന്ന് ചിന്തിക്കേണ്ടതില്ല. അവിടെ അല്ലാഹു പറയുന്നു ഫലാ തുതിഉഹുമാ, അവർ രണ്ടാളെയും നീ അക്കാര്യത്തിൽ അനുസരിച്ചു പോകരുത്. അവിടെ ഉമ്മയിപ്പില്ല. അള്ളാഹുവിന് എതിരുള്ളൊരു കാര്യം ഉമ്മയോ ഉപ്പയോ പറഞ്ഞാൽ കേൾക്കരുത്, അനുസരിച്ചു പോകരുത്. കാരണം ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, ഖാലിഖായ അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിക്കാൻ പാടില്ല. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിക്കാൻ പാടില്ല.